ഒന്നാമത്തെ ആദമിനെ ഉഴുതുമറിക്കാത്ത മണ്ണിൽ നിന്ന്, അഥവാ കന്നിമണ്ണിൽ നിന്ന് ദൈവം മെനഞ്ഞെങ്കിൽ ഒടുക്കത്തെ ആദാം ഒരു കന്യകയിൽ നിന്ന്, പുരുഷസ്പർശമേക്കാത്ത കന്യകയിൽ നിന്ന് ജാതനായി. അപ്പൊ അതുകൊണ്ട് മറിയം പിന്നെ പ്രസവിച്ചോ മക്കളുണ്ടായതൊന്നും അവളുടെ വിശുദ്ധിക്കോ സ്ഥാനത്തിനോ ഒരു കോട്ടമൊന്നും. കാരണം 7 മക്കളുള്ള മർത്തശൂനി സഭയുടെ വിശുദ്ധിയായിട്ടിരിക്കുമ്പോ ആ കാലത്ത് മറിയത്തിന് വേറെ മക്കളുണ്ടെങ്കിൽ സഭ അത് പറഞ്ഞേനെ, മറിയത്തിന് ഇത്ര മക്കളോട് ഉണ്ടായിരുന്നു, കർത്താവ് ഇത്ര സഹോദരന്മാരുണ്ട്, അത് സഭ പറഞ്ഞേനെ. കാരണം അതിനകത്ത് യാതൊരു അസാംഗത്യവുമില്ല, അല്ലെങ്കിൽ സങ്കോചത്തിന്റെ ആവശ്യമില്ല. മറിയത്തിന് വേറെ മക്കളുണ്ടായി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് യേശുക്രിസ്തുവിനും ദോഷം വരുന്നില്ല, മറിയത്തിനും ദോഷം വരുന്നില്ല, സഭയ്ക്കും ദോഷം വരുന്നില്ല. പക്ഷേ അത് വസ്തുതയല്ല. ചരിത്രത്തെ സത്യസന്ധമായി രേഖപ്പെടുത്തുകയും വായിക്കുകയും പുനർവായിക്കുകയും ചെയ്യുന്നതാണ് സഭയുടെ രീതി. അതുകൊണ്ട് ക്രിസ്തീയ സഭ പാരമ്പര്യമുള്ള സഭ. ഇത് ഈ അസൂസായിലെ തെരുവിലുണ്ടായ സന്താനങ്ങളുടെ കാര്യമല്ല പറയും. അപ്പൊ അവരെ സംബന്ധിച്ച് നിഷേധികളാണ്. മറിയത്തിന്റെ ദൈവമാതൃത്വത്തെ ഈ പറഞ്ഞ ഈ പ്രൊട്ടസ്റ്റന്റിന്റെ പോലും ആദ്യകാല നേതാക്കന്മാർ ആരും നിഷേധിച്ചില്ല. അത് ഈ റീസെന്റ് ആണ് മറിയത്തിന്റെ ദൈവമാതൃത്വത്തെ, അല്ലെങ്കിൽ മറിയത്തിന് വേറെ മക്കളുണ്ടായിരുന്നെന്നും ഒക്കെ പ്രചരിപ്പിക്കുന്നു. ബൈബിൾ ക്രോഡീകരിച്ച അത്താനാസിയോസ്, അലക്സാണ്ട്രിയയിലെ അത്താനാസിയോസ് തന്നെ എവർ വിർജിൻ എന്നാണ് മറിയത്തെ പറ്റി പരാമർശിച്ചിരിക്കുന്നത്. നിത്യകന്യകയായിരിക്കും. അപ്പം മറിയത്തെ സംബന്ധിക്കുന്ന സഭ ആദ്യം മുതൽ നിത്യകന്യകയും മഹാഭാഗ്യവതിയും ദൈവമാതാവുമായ പരിശുദ്ധ കന്യക മറിയം. അപ്പൊ ഇതാണ് നിത്യകന്യകയും മഹാഭാഗ്യവതിയും ദൈവമാതാവുമായ മറിയം. അപ്പൊ മറിയത്തെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതാണ് യഥാർത്ഥ സഭ വിശ്വസിക്കുന്നത്, അതാണ് സത്യം. അപ്പൊ മറിയം നിത്യകന്യകയും മഹാഭാഗ്യവതിയും ദൈവമാതാവുമാണ്. ദൈവമാതാവ് അല്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഈ പറഞ്ഞ മാനിഫെസ്റ്റേഷനാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പൊ ഒത്തിരി കാര്യങ്ങളിൽ കുഴയും. കാരണം നിങ്ങളുടെയൊക്കെ പെന്തക്കോസ്തുകാരുടെ ഒരു ഹിറ്റ് വാക്യമുണ്ട്. ഈ സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറഞ്ഞ് ഒരു ചങ്ങാതിയുണ്ട്. പുള്ളി അടുത്ത കാലത്തായിട്ട് കുറെ ലൈവ് ചെയ്ത് എന്നെ ചീത്തയൊക്കെ വിളിക്കും. പുള്ളി പറയുന്നത് അങ്ങനെയല്ല, യേശു ഇങ്ങനെ ഒന്ന് പ്രത്യക്ഷപ്പെട്ടതാണ്, മനുഷ്യകുലവുമായിട്ടൊന്നും ബന്ധമില്ല. പക്ഷെ ബൈബിൾ അങ്ങനെയല്ല പറയും. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവരും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. ജീവപര്യന്ത മരണഭീതിയിലായിരുന്ന അടിമകളായിരുന്നവരൊക്കെയും തന്റെ മരണത്താൽ മരണത്തെ തോൽപ്പിച്ച് വിടുവിച്ചു. അപ്പൊ തന്റെ മരണത്താൽ മരണത്തെ പരാജയപ്പെടുത്തുകയും ജീവപര്യന്ത മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിക്കുകയും ചെയ്യാൻ വേണ്ടി ജഡരക്തങ്ങളോട് കൂടിയ മക്കളെ പോലെ തന്നെ അവനും ജഡരക്തങ്ങളോട് കൂടിയവൻ ആയി. പെന്തക്കോസ്തുകാരുടെ ഒരു ഹിറ്റ് വാക്യമുണ്ട്, അവർക്ക് ഭയങ്കര താല്പര്യമുള്ള വാക്യം. അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്, അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്. ഇത് കേൾക്കുമ്പോഴേ കിടന്ന് ഈ ഇതുങ്ങളെല്ലാം കൂടെ കിടന്ന് അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമാണ് എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധാത്മാവ് യഹൂദ ഗോത്രക്കാരനാണോ? പരിശുദ്ധാത്മാവ് യഹൂദ ഗോത്രക്കാരനാണോ? പിന്നെ യഹൂദ ഗോത്രത്തിൽ ആരാ? മേരി ബിലോങ് ടു ദ ട്രൈബ് ഓഫ് ജൂദ. മറിയം യഹൂദ ഗോത്രക്കാരിയാണ്. മറിയം യഹൂദ ഗോത്രക്കാരിയാണ്. ഓരോ പെന്തക്കോസ്ത് കീടങ്ങളും ഇത് കേട്ടോണം. ഓരോ പെന്തക്കോസ്ത് കീടങ്ങളും, പ്രത്യേകിച്ച് യൂത്ത് ഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ കിടന്ന് ഞൊളയ്ക്കുന്ന കുറെ കൃമികളുണ്ട്. കുറെ കൃമികൾ. കൃമി എന്ന് പറഞ്ഞാൽ ക്രിസ്തുമിത്രങ്ങൾ. ക്രിസ്തുമിത്രത്തിന്റെ ഷോർട്ട് ഫോം കൃമി. അപ്പം ഈ കൃമി കുഞ്ഞുങ്ങൾ കേട്ടോണം. എടാ, യേശു യഹൂദ ഗോത്രത്തിലെ സിംഹമാകണമെങ്കിൽ മറിയം സംശയം കൂടാതെ ദൈവമാതാവാണ്. ഈ കൊടിത്തോട്ടത്തെ അനിൽ പറയുന്ന പോലെ ഇത് മാനിഫെസ്റ്റേഷൻ ആയിരുന്നു. പുന്നക്കലെ സെബാസ്റ്റ്യൻ ഫിലിപ്പ് ഒക്കെ പറയുന്നത് പോലെ അത് ദൈവത്തിന്റെ ഒരു അത്ഭുതമായിരുന്നു, ഇങ്ങനെ വന്നതേ ഉള്ളൂ. സറോഗേറ്റ് മദർ. സെബാസ്റ്റ്യൻ പുന്നക്കൽ ഫിലിപ്പിന്റെ ഒരു കണ്ടുപിടുത്തമാണ് സറോഗേറ്റ് മദർ. മറിയത്തിന്റെ സറോഗേറ്റ് മദർഹുഡ് ഓഫ് മേരി. സറോഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സറോഗേറ്റ് ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ അവരുടെ ബീജം മിക്സ് ചെയ്ത് അതിനെ മറ്റൊരു വാടക മാതാവിനെ എടുത്തിട്ട് ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചിട്ട് ആ സ്ത്രീ പ്രസവിക്കും. ഇവർക്ക് വേണ്ടി ആ സ്ത്രീ പ്രസവിക്കും. പക്ഷെ ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുമായിട്ട് ആ സ്ത്രീക്ക് ബന്ധമില്ല. കാരണം അതിന്റെ ബീജവും അണ്ടോ ഒന്നും അവരുടേതല്ല. അപ്പൊ അവർക്ക് ബന്ധമില്ല. വെറുതെ ഒന്ന് വാടക ഗർഭപാത്രം. അപ്പം മറിയത്തിന്റെ ഗർഭപാത്രം സ്വർഗം വാടകയ്ക്കെടുത്തു എന്നാണ് സെബാസ്റ്റ്യൻ പുന്നക്കൽ പറയുന്നത്. അവന്റെ ഒരു ഐഡിയ അവൻ എങ്ങാണ്ട് കേട്ട് സറോഗേറ്റ് മതം. അന്നേരത്തേനും അവൻ അത് ദൈവമാതാവ് സറോഗേറ്റ് ആയിരുന്നു. ദൈവം മറിയത്തിന്റെ ഗർഭപാത്രം വാടകയ്ക്കെടുത്തു. വാടകയ്ക്ക് ഒരു ഗർഭപാത്രം. അവന്റെ ദുരന്ത നാടകം. മറിയത്തിന്റെ ഗർഭപാത്രം ഒന്നും ദൈവം വാടകയ്ക്ക് എടുത്തില്ല. അല്ലെ തന്നെ തറവാട്ടിൽ പറഞ്ഞവരാരെങ്കിലും വാടകയ്ക്ക് ഗർഭപാത്രം എടുക്കുവോ? ദൈവം അത്ര തറയാണോ?
അപ്പം മറിയവുമായിട്ട് യേശു ക്രിസ്തുവിന് യാതൊരു ബന്ധവുമില്ല. വാടകയ്ക്കെടുത്ത ഗർഭപാത്രം മറിയം കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. എന്തായിരിക്കും വാടക കൊടുത്തത്? സെബാസ്റ്റ്യനാണോ വാടക കൊടുത്തത്? എന്താണ് വാടക കൊടുത്തത്? അപ്പൊ മറിയത്തിന്റെ ഗർഭപാത്രം വാടകയ്ക്കെടുത്തതേ ഉള്ളൂ. എന്നിട്ട് സെബാസ്റ്റ്യനൊക്കെ കൂടെ അവിടെ ഒരു ഗർഭം കൊണ്ട് നിക്ഷേപിക്കായിരുന്നു. ശരി, അപ്പോ ആ വയറ്റി കിടക്കുന്ന കുഞ്ഞും മറിയവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യാതൊരു ബന്ധവും. ശരിയടാ, ശരി, യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ എബ്രായ ലേഖനം 7-ാം അധ്യായം 13-ാം വാക്യം, എന്നാൽ ഇത് ആരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ, ആ ഗോത്രത്തിൽ ആരും യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല. യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. ആ ഗോത്രത്തോട് മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല. ജീസസ് ക്രൈസ്റ്റ്, അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ബിലോങ് ടു ദ ട്രൈബ് ഓഫ് ജൂദ. നമ്മുടെ കർത്താവ് യഹൂദ ഗോത്രത്തിലെ ആണെന്ന് തിരുവെഴുത്ത് പറയുന്നത് നിനക്ക് ചുണയുണ്ടെങ്കിൽ നീ കണ്ണിക്കടാ. എന്റെ അമ്മ പരിശുദ്ധ മറിയവുമായിട്ട് ബന്ധമില്ലാതെ യേശു എങ്ങനെ യഹൂദ ഗോത്രത്തോട് ബന്ധം വരും? ഈ ലൈവ് കേൾക്കുന്ന അന്തസ്സുള്ള, നല്ല തറവാട്ടി പിറന്ന തെറവുള്ള ഓരോ നസ്രാണി നെഞ്ചത്ത് കൈവച്ച് പറയുവടാ പരിശുദ്ധ മറിയം ഞങ്ങളുടെ അമ്മയാണെന്ന്. ഞങ്ങളുടെ യോഹന്നാനെ ഏൽപ്പിച്ചതാണ്, ഇതാ നിന്റെ അമ്മ. ഇത് യേശുക്രിസ്തുവുമായിട്ട് മറ്റും നേരിട്ട് കൂടെ നടന്ന ആളുകള് ഞങ്ങൾക്ക് പകർന്നു തന്നിരിക്കുന്ന ദൈവശാസ്ത്രം ഈ പറയുന്നത്. അല്ലാതെ ഇവിടെ അമേരിക്ക കിടക്കുന്ന മയക്കുമരുന്നടിച്ച സായിപ്പിന് തോന്നിയ ഉച്ചക്കൃക്കല്ല ഞങ്ങളുടെ ദൈവശാസ്ത്രം. ഓരോ സത്യവിശ്വാസികളും ഇതിനെതിരെ നിൽക്കണം, ചോദിക്കണം ഇവനോട്. അവന്റെ കുറെ വിശേഷം, സറോഗറ്റ് മദർഹുഡ്, അവന്റെ ഒരു ഇംഗ്ലീഷ്, സറോഗറ്റ് മദർഹുഡ്. മറിയത്തിന് ഗർഭപാത്രം വാടക കൊടുക്കാൻ നിന്ന ആളൊന്നും അല്ല മറിയം. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായി മാറി. നീ വേറെ പണിക്ക് പോകും, മനസ്സിലായോ? എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ നീ തീർന്നു. നീ പറഞ്ഞ സറോഗേറ്റ് ആണെന്ന്, പക്ഷെ വേദപുസ്തകം പറയുന്നു അവൻ യഹൂദ ഗോത്രത്തിലാണെന്ന്. ഹി ബിലോങ് ടു ദ ട്രൈബ് ഓഫ് ജൂദ. അങ്ങനെ യഹൂദ ഗോത്രത്തിൽ വരണമെങ്കിൽ മറിയമാണ് യഹൂദ ഗോത്രത്തിലുള്ളത്. മറിയത്തിന്റെ മകനാണ് യേശു. പിതൃസുതനേ ഞങ്ങളെ കാക്കണമേ, യേശു മറിയ സുതാ ഞങ്ങളെ തുണയ്ക്കണമേ. സഭ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കും, പിശാചത് കേട്ട് ഭയപ്പെടും. കാരണം സ്ത്രീക്കും സർപ്പത്തിനും തമ്മിലാണ് യുദ്ധമുള്ളത്. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ വരുമ്പോഴും സ്ത്രീയെ ഒഴുക്കിക്കളയുവാൻ സർപ്പം വായ തുറന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. നദി പോലെ. വെള്ളം എന്ന് പറഞ്ഞാൽ വചനമാണ്, വെറുതറുകാരുടെ ഭാഷയെ പറഞ്ഞ. അപ്പൊ സർപ്പം വായ തുറന്ന് എന്ത് ചെയ്യും? വചനം ഒഴുക്കുകയാണ് മറിയത്തെ ഒഴുക്കിക്കളയാൻ. ഒഴുകത്തില്ല, ഭൂമി അവക്ക് തുണ നിൽക്കും. ഭൂമി അത് സഭയാണ്. സഭയാം തിരുസഭയാം ഈ സഭയുണ്ടല്ലോ, മറിയത്തിന് തുണ നിൽക്കും. സെബാസ്റ്റിനെ പോലെയുള്ള ദുരുപദേശന്മാര് ആകുന്ന സർപ്പങ്ങൾ വാ തുറന്ന് എന്തുമാത്രം വെള്ളം ഒഴിക്കാലും, നദി പോലെ വെള്ളം ഒഴിക്കാലും മറിയം ഒലിച്ചു പോകത്തില്ല. മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ച ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർ സേവേറിയോസ്. അവന്റെ കാര്യം കള ജോൺസൺ മല. ഇത് അവന് വേണ്ടിയുള്ള സ്പെഷ്യൽ എപ്പിസോഡാ ജോൺസൺ. പിന്നെ ഇപ്പൊ എങ്ങനെ അവന്റെ കാര്യം കളയുന്നു? കാരണം എനിക്ക് കണ്ടവാൻ ആളുകൾ ഇത് അയക്കും, ഇതൊരു വലിയ സംഭവമാണ്, ഇത് ഉടനെ അഡ്രസ് ചെയ്യണം, ഇല്ലെങ്കിൽ വലിയ കുഴപ്പമാണ്. ഇങ്ങനെ ആള്, എനിക്കിത് വലിയ കാര്യമല്ല. നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക, ശല്യം കാരണമാണ്. അപ്പൊ സെബാസ്റ്റിന്റെ കേസ് അങ്ങ് എടുത്തേക്കാന്ന് വെച്ചാ. സെബാസ്റ്റ്യൻ പറയുന്നതാണ് സറോഗറ്റ് മദർഹുഡ് ആണ് പറയുന്നത്. സറോഗറ്റ് മദർഹുഡ് ആണെങ്കിൽ അവനെങ്ങനെ യഹൂദ ഗോത്രത്തിലെ സിംഹമാകുന്നത്? നാണം ഉണ്ടോടാ നിനക്ക്? നാണം. ഏതെങ്കിലും വീട്ടിൽ വലിഞ്ഞു കയറി വന്ന് അവിടെ താമസിച്ചിട്ട് ഞാൻ ഈ കുടുംബത്തെ ആണെന്ന് പറയും. നീ ദേവാസുര സിനിമ കണ്ടോ? ദേവാസുരം. അതിനകത്ത് ഈ മോഹൻലാല് ഏതോ ഒരു വലിയ കുടുംബത്തിലെ അംഗമാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കാൻ, അവസാനം അവനോട് പറയും നീ അയാളുടെ മകനൊന്നും അല്ല, നീ ആ കുടുംബത്തിലെ അല്ല എന്ന് പറയുന്ന അവന്റെ എല്ലാ അഹന്തയും പോകുന്ന അങ്ങനെ ഒരു സിനിമയുണ്ട്. അപ്പൊ അതിനകത്ത് പറയുന്നത് പോലെ നാണം കെട്ടുപോയി. അപ്പൊ യേശുക്രിസ്തു വലിയ ഗമയിൽ നിന്ന് പറയാണ് ഞാൻ യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്. അപ്പം സെബാസ്റ്റ്യൻ പുന്നക്കൽ പറയുന്നു തോണ്ടും. ആരോ എന്നെ തൊട്ടല്ലോ. തൊട്ടതല്ല കർത്താവേ, ഞാൻ തോണ്ടിതാ. പിന്നെ കർത്താവ് വലിയ ഗമ 7 നക്ഷത്രവും മാറത്ത് പൊൻകച്ചെല്ലാം കെട്ടി ഭയങ്കര സ്വർണ്ണ സരപ്പളി എല്ലാം ഇട്ട് വെള്ളോടിന് സദൃശമായ കാലും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലത്തെ ഒച്ച ഭയങ്കര പരിപാടിയാണ്. മിന്നലുടുത്ത് നിൽക്കുകയാണ്, അഗ്നിജാലകത്തെ കണ്ണും എല്ലാം ആയിട്ട് ഇങ്ങനെ നിന്നിട്ട് പറയണോ ഞാൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹമാണ്. അപ്പം സെബാസ്റ്റ്യൻ പറയുന്നത് പിന്നെ തോണ്ടും. ആരാടാ തോണ്ടുന്നത്? കർത്താവേ ഒരു കാര്യം, നീ സറോഗേറ്റ് അല്ലേ? സറോഗേറ്റ് മദർഹുഡിൽ ഉണ്ടായതല്ലേ? സറോഗേറ്റ് മദർഹുഡല്ലേ? സറോഗേറ്റ് അല്ലേ കർത്താവേ? നീ അബദ്ധം പറയാ. നീ എങ്ങനെ യഹൂദ ഗോത്രത്തിലെ സിംഹമാകും? നീ ഒരു കാര്യം ചെയ്യും, നിന്നെ ഞങ്ങൾ യേശുനാമത്തിൽ സ്നാനപ്പെടുത്താം.
യേശുക്രിസ്തുവിനെ വരെ യേശുനാമത്തിൽ സ്നാനപ്പെടുത്താൻ നടക്കുന്നവനാണ് അവൻ. മനസ്സിലായോ? യേശുക്രിസ്തുവിനെ വരെ. അതുകൊണ്ട് സെബാസ്റ്റ്യൻ, നീ പോ, നീ സത്യസഭയോടൊന്നും മുട്ടാറായിട്ടില്ല. ഇത് പിതാക്കന്മാർ, അപ്പസ്തോലിക പിതാക്കന്മാർ ഞങ്ങൾക്ക് ഭരമേൽപ്പിച്ച, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച പരിശുദ്ധ വിശ്വാസം. നിക്കയായിലും കുസ്തന്തീനോപ്പോലിസിലും എഫേസസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ട 3 പൊതു സുന്നോദോസുകളിൽ ദൈവത്തെ ധരിച്ചവരും സ്ലീഹായ്ക്കടുത്തവരുമായ പിതാക്കന്മാർ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്ന ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏക പരിശുദ്ധ വിശ്വാസമാണ്. മറിയം സംശയം കൂടാതെ ദൈവമാതാവ്. മറിയം ആദ്യമായ കന്യകയാണ്. ആദ്യമായി അവൾ ഗർഭം ധരിച്ച് മകനെ പ്രസവിച്ചു. അവൾ ഗർഭം ധരിച്ച് മകനെ പ്രസവിച്ചത് അത് ആരുടെ മകനാ? ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പൊ ദൈവത്തിന്റെ പുത്രനെയാണ് അവൾ പ്രസവിച്ചു. അപ്പൊ ആ മറിയം ദൈവത്തിന്റെ മണവാട്ടിയായി മാറി. വളരെ വ്യക്തമായി തിരുവെഴുത്തോടെയാണ് അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ലോക ചരിത്രത്തിൽ, മനുഷ്യ ചരിത്രത്തിൽ നടക്കാത്ത ഒരു സംഭവം, അതിനു മുമ്പ് നടന്നിട്ടില്ല, അതിന് ശേഷവും നടന്നിട്ടില്ല. ദൈവത്തിന്റെ പുത്രനെ പ്രസവിക്കും. യുണീക്ക് പേഴ്സൺ ഇൻ ദ ഹോൾ ഹ്യൂമാനിറ്റി. മുഴുവൻ മനുഷ്യവർഗത്തിലും ഇത്രയും വ്യത്യസ്തതയുള്ള, ഇത്രയും അതുല്യതയുള്ള വ്യക്തി വേറെയില്ല. അയ്യോ, ഞങ്ങൾ മറിയത്തെ ഭയങ്കര ബഹുമാനാണ്. 25 കൊല്ലം പെന്തക്കോസ്ത് നിന്നയാളാണ് ഞാൻ. എന്റെ ജീവിതത്തിൽ 25 വർഷത്തിനിടെ ഞാൻ പ്രസംഗിച്ചൊഴിച്ച് മറ്റൊരാളും ഈ മറിയത്തെ പറ്റി പ്രസംഗിച്ച് കേട്ടിട്ടില്ല. ബോവസിന്റെ പുതപ്പ് പൊക്കി കാലിന്റെ അടിവഴി കയറി കടന്ന രൂത്തിന്റെ കഥ എത്രയോ കോരിത്തരിപ്പോടെ ഈ പെന്തക്കോസ്തുകാർ പ്രസംഗിക്കും. ഒരൊറ്റ പ്രാവശ്യമെങ്കിലും പരിശുദ്ധ അമ്മയെ കുറിച്ച്, എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രപഞ്ചത്തിൽ, മാനവ കുലത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വ്യത്യസ്തതയുള്ള, പ്രത്യേകതയുള്ള, നിസ്തുല്യതയുള്ള വ്യക്തിവിശേഷമുണ്ടോ പരിശുദ്ധ അമ്മയെ പോലെ? ആ അമ്മയെ പറ്റി ഒരൊറ്റ ഒരുത്തൻ പ്രസംഗിച്ചിട്ടുണ്ടോ? ഒറ്റ ഒരുത്തൻ ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടുള്ള ഏതെങ്കിലും പെന്തക്കോസ്തുകാരുണ്ടെങ്കിൽ ഞാൻ 25 വർഷം പെന്തക്കോസ്തിലുണ്ടായിരുന്നു, ഞാൻ കേട്ടിട്ടേ ഇല്ല. പക്ഷേ ബോവസിന്റെ പുതപ്പ് പൊക്കി രാത്രിയില് കാലിന്റെ അടി കയറി കടന്ന രൂത്തിന്റെ കഥയാണ് ഇവരുടെ മെയിൻ ഹിറ്റ്. പിന്നെ ഉള്ളത് എസ്തേർ, പിന്നെ ദാവീദ് കുളിസിയും കണ്ട കാര്യം. ഇതൊക്കെയാണ് പെന്തക്കോസ്തിൽ പ്രസംഗിക്കുന്നത്. ഇത്രയും വലിയൊരു കാര്യം, ഈ അത്ഭുതകരമായ കാര്യം, ഈ മറിയത്തിന്റെ അനുസരണം, അതേക്കുറിച്ച് പ്രസംഗിക്കുവോ? ദൈവമാതാവാണ് അവൾ. മറിയം സംശയം കൂടാതെ ദൈവമാതാവാണ്. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി, അങ്ങനെയാണ് തിരുവെഴുത്ത് പറയുന്നത്. പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി അവൾ മകനെ പ്രസവിച്ചു. അപ്പം അവൾ ഇപ്പോ ഒരു സുചരിതയായ സ്ത്രീ, ആ സ്ത്രീ ഒരാളിൽ നിന്ന് ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. പിന്നെ അത് കഴിയുമ്പോൾ ഒരു ഉളുപ്പും ഇല്ലാതെ പോയി മറ്റൊരാളിൽ നിന്ന് ഗർഭം ധരിക്കുക. അത് ഈ നല്ല കുടുംബത്തിൽ പറഞ്ഞ ഒരു സ്ത്രീ ചെയ്യത്തില്ല, അവരുടെ ചിന്ത പോലും കാണത്തില്ല. ലൈഫിൽ ഒരു പുരുഷനിൽ നിന്നാണ് ഒരു സ്ത്രീ മകളെ പ്രസവിക്കും. പിന്നെ ബൈബിൾ പ്രകാരമാണെങ്കിൽ അടുത്ത ആളിൽ നിന്ന് പ്രസവിക്കാം, പക്ഷേ ഒന്നാമത്തെ കുഞ്ഞിന്റെ അപ്പം മരിക്കണം. ഒന്നാമത്തെ കുഞ്ഞിന്റെ അപ്പം മരിച്ചാൽ അടുത്ത ആളിൽ നിന്ന് മരിക്കാം. അപ്പൊ പെന്തക്കോസ്തുകാരുടെ വാദം ശരിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് മരിക്കണം. പരിശുദ്ധാത്മാവ് മരിച്ചെങ്കിൽ മാത്രമേ മറിയത്തിന് അടുത്ത ആളിൽ നിന്ന് മകനെ പ്രസവിക്കാൻ പറ്റത്തുള്ളൂ. കോമൺ സെൻസ് വേണം. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒന്നാമത് നല്ല കുടുംബത്തിൽ ജനിക്കണം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു തരത്തിലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല.